Good morning to all. Good morning, ma'am. Okay, good morning. Yeah, start again, Namka. Yeah. Okay, start with prayer, thought of the day, and signing. Very warm good morning to all. I'm today's coordinator, Sneha. So let's start with the prayer. Let's all join the hands and pray together. I would like to call Jerry for the prayer. Good morning to all. We shall be showers of blessing. This is the promise of love. We shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Thank you, Jerin. Let's sign in the class today. First of all, I welcome our teacher, Ashwati ma'am. Next, I welcome my friends to this class. Let's make this class productive and fun. Have a nice day, all. Then I would like to welcome Jodi for a number song. Good morning, teacher. Good morning, dear friends. One, lucky one. Number one, lucky one. Amma. Two, lovely two. Number two, lovely two. Three, let's be free. Number three, let's be free. Four, let's do more. Number four, let's do more. Five, let's fly high. Number five, let's fly high. Thank you. Thank you, Jyoti. Ma'am. Okay. How are you all? Yeah, Fine, good ma'am. morning. Hi. Okay. അപ്പോൾ പിന്നെന്താണ് അഡ്വേർബ് കണ്ടിന്യൂ ചെയ്യല്ലേ കണ്ടിന്യൂ ചെയ്യല്ലേ സ്ട്രെങ്ത് കുറവാണല്ലോ. എല്ലാവരും പ്രസന്റ് ആണോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? പറയൂ. ഗ്രൂപ്പ് മെമ്പേഴ്സ് പ്രസന്റ് ആണോ? കുറവാണ് മാം, കുറവാണ്. ഇന്ന് കുറച്ച് പേർക്ക് കേട്ടറ്റിന്റെ എക്സാം ഉണ്ട്, കുറച്ച് പേർക്ക്. പിന്നെ മൺഡേ ആയതുകൊണ്ടായിരിക്കണം. ഇന്ന് അതുകൊണ്ട് ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് ടീം ടപ്പേന്ന സെറ്റ് ആയത്. ഒന്നും പറയണ്ട, ആകെ ടെൻഷൻ പോയി ഞങ്ങൾക്ക്. ഞാനും ആലോചിച്ചു അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുന്ന ആള് വളരെ കുറവാണ്. അപ്പൊ ക്ലാസ് എന്താ ചെയ്യാ? ആരെങ്കിലും പ്രസന്റ് ആണോ? കണ്ടിന്യൂ ചെയ്യാൻ? ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ബാക്കി രണ്ടുപേരുണ്ട്. എഞ്ചിനീയർ രേവതി ഉണ്ട്, ജിബിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, സുഗമയാത്ര. പനി പനിയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യൂട്ടോ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താണ് പ്ലാൻ? എന്താണ്? കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം. ടൈം വേസ്റ്റ് ചെയ്യണ്ട, പറഞ്ഞോളൂ. അപ്പൊ ആരൊക്കെയാണ്? സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് all. ക്ലിയർ ആണോ? ക്ലിയർ ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അഡ്വേർബിന്റെ അഡ്വേർബിൽ 6 തിരിച്ചത് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് ഏതായിരുന്നു? ഏതൊക്കെയായിരുന്നു അത്?
ആർക്കെങ്കിലും പറയാമോ? Adverb of time, adverb of place, adverb of numbers, adverb of manner, adverb of degree or quality, adverb of reason. ഓക്കെ, നമ്മള് അഡ്വർബ് ഓഫ് ക്വാണ്ടിറ്റി വരെ പറഞ്ഞു അല്ലേ? ഇനി അതിന് എക്സാമ്പിൾ ആണല്ലേ ഇനി പറയാനുള്ളത്. അഡ്വർബിന്റെ ഡെഫിനിഷൻ എഴുതിയായിരുന്നില്ലേ? ഡെഫിനേഷൻ കംപ്ലീറ്റ് ആയി, എക്സാമ്പിൾ ആണ് ഇനി. ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. ഡെഫിനിഷൻ: അഡ്വർബ് ഓഫ് ഡിഗ്രി എക്സ്പ്രസ് ഇന്റൻസിറ്റി, എക്സ്റ്റെന്റ് ഓർ മെഷർ ആൻസറിങ് ഹൗ മച്ച് ഓർ ടു വാട്ട് എക്സ്റ്റെന്റ്. എഴുതിയായിരുന്നോ? എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഓക്കെ, എക്സാമ്പിൾ: very, very, comma, extremely, 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 two, comma, TOO, double O കേട്ടോ, two, comma, quit, QUITE, quit, comma, almost, almost, comma, completely, 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 and absolutely, and absolutely, ABSOLUTELY. മാം ഒന്നുകൂടെ പറയോ? Very, extremely, to, quit, almost, completely, and absolutely. Absolutely. അതായത് ഒരു പ്രവൃത്തി എത്രമാത്രം അല്ലെങ്കിൽ ഏത് അളവ് വരെ എന്ന് കാണിക്കുന്നവയാണ് അഡ്വേർബ് ഓഫ് ക്വാണ്ടിറ്റി. ഒരു പ്രവൃത്തി എത്രമാത്രം അല്ലെങ്കിൽ ഏത് അളവ് വരെ കാണിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്നതാണ് അഡ്വേർബ് ഓഫ് ക്വാണ്ടിറ്റി. സെന്റൻസിലെ എക്സാമ്പിൾ പറയാട്ടോ. She looks, first of all, she looks pretty. She looks pretty. 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 ഒന്നുകൂടി പറഞ്ഞ pretty. 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 അവൾ സുന്ദരിയായി കാണപ്പെടുന്നു. അതായത് അതിൽ അഡ്വേർബ് ഓഫ് ക്വാണ്ടിറ്റി ഏതാ വരുന്നത്? പറയാമോ ആർക്കെങ്കിലും? pretty ആണോ? pretty. സുന്ദരിയായി. അവൾ എങ്ങനെ കാണപ്പെട്ടു? ഹൗ എന്നതിന് സുന്ദരിയായി. She looks pretty. നെക്സ്റ്റ്, സെക്കൻഡ്, I am so glad. I am so glad. I am so glad.
ഇതിൽ ഏതാന്ന് പറയാമോ ആർക്കെങ്കിലും? അഡ്വേർബ് ഓഫ് ക്വാണ്ടിറ്റി വരുന്നത്. Glad ആണോ? So glad. സോ വളരെ. ഞാൻ വളരെ സന്തോഷവാനാണ്, പക്ഷെ എങ്ങനെ? വളരെ. സോ. നെക്സ്റ്റ്, the sky is very cloudy. The sky is very cloudy. ഇതിൽ ഏതാന്ന് പറയാമോ? അഡ്വേർബ് ഓഫ് ക്വാണ്ടിറ്റി. Very. യെസ്, വെരി. അതായത് ആകാശം മേഘാവൃതമാണ്, എങ്ങനെ? വളരെ. നെക്സ്റ്റ്, adverb of reason. Sixth one, adverb of reason. adverb of reasonന്റെ ഡെഫിനിഷൻ പറഞ്ഞോട്ടെ. Okay. Adverb of reason. Adverbs of reason. Explain. The cause. C-A-U-S-E, cause. Purpose. ആയില്ല. കിട്ടില്ലേ? adverb of reason. Explain. The cause. C-A-U-S-E, cause. Purpose. P-U-R-P-O-S-E, purpose. Or motivation. Behind. And action. Answering the question. Why? ക്വസ്റ്റ്യൻ കഴിഞ്ഞെന്താണ്? Question കഴിഞ്ഞു why. മനസ്സിലായില്ല. വൈ why ലാസ്റ്റ്. അതായത് ഒരു സ്പെല്ലിംഗ് എന്ന് പറയൂ. WHY. why. അതായത് ഒന്നുകൂടി പറയാം. adverb of reason. Explain the cause, purpose or motivation behind an action as answering the question why. ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശത്തെയോ കാരണത്തെയോ സൂചിപ്പിക്കുന്നതാണ് adverb of reason. ഒരു പ്രവൃത്തിയുടെ കാരണത്തെയോ ഉദ്ദേശത്തെയോ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾസ് പറയാം കേട്ടോ. therefore, 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 comma hence, HENCE, hence,
comma, because, comma, consequently, 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 comma, thus, thus, comma, since, 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 and accordingly, 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 accordingly. Consequently കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? Consequently, thus, 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 comma, since, 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 and accordingly, accordingly, accordingly. According. Yeah, ACC. സോറി, കട്ടായി പോയോ? കിട്ടിയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഓക്കെ, സെന്റൻസിലെ എക്സാമ്പിൾ പറയാട്ടെ, അപ്പൊ മനസ്സിലാവും. First one, there was no class yesterday because it was a festival. There was no class yesterday because it was a festival. എഴുതിയോ എല്ലാവരും? ഉത്സവം ആയതിനാൽ ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല. അപ്പൊ അതിൽ ഏതാ അഡ്വേർബ് ഓഫ് റീസൺ വരുന്നത്? Because. Because it was. It was. ആയതിനാൽ because it was. നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് ഒരു സെന്റൻസിൽ എക്സാമ്പിൾ പറയാം. ജിബിയ was admitted to the hospital due to fever. പനി ആയതിനാൽ ജിബിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഇതിൽ ഏതാ അഡ്വേർബ് ഓഫ് റീസൺ വരുന്ന ഏതാ? പറയാമോ ആർക്കെങ്കിലും? Due to.
Yes, you too. Correct. Next, as she was not well, she vomited. As she was not well, she vomited. സുഖമില്ലാത്തതിനാൽ അവൾ ഛർദിച്ചു. അപ്പോ ഇതില് ഒരു റീസൺ എന്താ? അഡ്വേർബ് ഓഫ് റീസൺ ഏതാ? As she was. വാസ് നോട്ട് വെൽ. സുഖമില്ലാത്തതിനാൽ വാസ് നോട്ട് വെൽ. ഇത്രയാണ് അഡ്വേർബ് ആയിട്ട് 6 തിരിച്ചതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് കമ്പാരിസൺ ഓഫ് adverbs. Comparison of adverbs. Heading എഴുതിക്കോളൂ ട്ടോ. Comparison of adverbs. COMPARISON. Comparison of adverbs. Adverbs. Adverb അതിന്റെ definition പറയാം ട്ടോ. Adverb are compared in three degrees. Adverbs are compared in 3 degrees. Positive, first of all, positive, POSITIVE, positive. Second, comparative, and superlative. SUPERLATIVE. To show the intensity and action. To show the intensity of an action. അതായത് പ്രവൃത്തിയുടെ തീവ്രത കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് കമ്പാരിസൺ ഓഫ് അഡ്വേർബ്സ്. ഇത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ട്ടോ. ഒരു 3 കോളം ഇട്ടിട്ട് എഴുതാമോ? ഏതുപോലെ കാണുന്നുണ്ടോ? ഓക്കെ. ഹെഡിങ് പോസിറ്റീവ്, ഫസ്റ്റ് കോളത്തിലെ പോസിറ്റീവ്. Second column, comparative. Third column, superlative.
പോസിറ്റീവിലെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഫാസ്റ്റ്, ഫാസ്റ്റ്. കമ്പാരേറ്റീവില് പറയുമ്പോൾ ഫാസ്റ്റർ, ഫാസ്റ്റർ, FASTER, ഫാസ്റ്റർ. സൂപ്പർലേറ്റീവില് പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഫാസ്റ്റസ്റ്റ്, FASTEST, ഫാസ്റ്റസ്റ്റ്, ഫാസ്റ്റസ്റ്റ്. സെക്കൻഡ്, ലേറ്റ്. ഇത് കിട്ടിയോ? ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് എഴുതിയോ? ഹലോ, ഓക്കെ. നെക്സ്റ്റ്, ലേറ്റ്, ലേറ്റ്. കമ്പാരേറ്റീവില് ലേറ്റർ, ലേറ്റർ, latest, 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 latest. Next, pretty, PRETTY, pretty. കമ്പാരേറ്റീവില് പറയുമ്പോ prettier, PRETTIER, prettier. സൂപ്പർലേറ്റീവില് prettiest, PRETTIEST, prettiest. Next, pretty, prettier, prettiest. Next, well, well. കമ്പാരേറ്റീവില് പറയുമ്പോ better, better. സൂപ്പർലേറ്റീവില് best. Well, better, best. Next, carefully, 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 carefully. കമ്പാരേറ്റീവില് പറയുമ്പോ more carefully, more carefully. അത് സൂപ്പർലേറ്റീവില് പറയുമ്പോ most carefully, most carefully, most carefully. MOST, most. CAREFULLY, most carefully. Next, early, 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 early. കമ്പാരേറ്റീവില് പറയുന്ന സമയത്ത് earlier, 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 earlier. സൂപ്പർലേറ്റീവില് പറയുന്ന സമയത്ത് earliest, 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 earliest. Next, little, 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 little.
കമ്പാരേറ്റീവില് പറയുന്ന സമയത്ത് ലെസ്, LESS, ലെസ്. സൂപ്പർലേറ്റീവില് എന്ന സമയത്ത് LESAST, ലീസ്റ്റ്, LEAST, ലീസ്റ്റ്. ഇത് സെന്റൻസിൽ 2 എക്സാമ്പിൾ തരാട്ടോ, അപ്പൊ പറയുമ്പോ മനസ്സിലാവും. പറഞ്ഞോട്ടെ. ഫസ്റ്റ്, രവി writes, WRITES, writes well, WELL, well. Ravi writes well. അതിന്റെ തന്നെ അടുത്തത് പറയാണ്, രാമു writes better than Ravi. കിട്ടിയോ? അടുത്തത് രാജു writes best of all. അതായത് രവി നന്നായി എഴുതുന്നു. രവി റൈറ്റ്സ് വെൽ, രവി നന്നായി എഴുതുന്നു. അടുത്തത് എന്താ പറഞ്ഞ, രാമു റൈറ്റ്സ് ബെറ്റർ ദാൻ രവി, രവിയേക്കാൾ നന്നായി, അതായത് രവിയേക്കാൾ നന്നായി രാമു എഴുതുന്നു. പിന്നെ നെക്സ്റ്റ്, രാജു റൈറ്റ്സ് ബെസ്റ്റ് ഓഫ് ഓൾ, രാജു ഏറ്റവും നന്നായി എഴുതുന്നു. അതായത് എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഓരോരുത്തരിലും ഓരോ വ്യത്യാസം, കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽ, റൈറ്റ്സ് വെൽ. സെക്കൻഡ്, റൈറ്റ്സ് ബെറ്റർ ദാൻ രവി, രവിയേക്കാൾ നന്നായി, റൈറ്റ്സ് ബെറ്റർ ദാൻ. തേർഡ് വൺ, റൈറ്റ്സ് ബെസ്റ്റ്, അതായത് രാജു ഏറ്റവും, ഇവരിലേക്കാൾ ഏറ്റവും നന്നായിട്ട് എഴുതുന്നു. രാജു റൈറ്റ്സ് ബെസ്റ്റ്. മൂന്നും ഒരേ പ്രവർത്തികൾ ഒരേ ഇത് തന്നെയാ, പക്ഷെ കമ്പാരിസൺ കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിലെ? ഒരു റീപ്ലൈ തരാമോ? ഹലോ, ഒന്നുകൂടെ ഒന്ന് പറയോ? അതായത് നമ്മൾ കമ്പാരിസൺ ഓഫ് ടു ഷോ ദ ഇന്റൻസിറ്റി ആൻഡ് ആക്ഷൻ, പ്രവൃത്തിയുടെ തീവ്രത കാണിക്കാൻ വേണ്ടിയാണ് കമ്പാരിസൺ ഓഫ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതിലെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു, പോസിറ്റീവ് എന്നും, കമ്പാരേറ്റീവ് എന്നും, ആൻഡ് സൂപ്പർലേറ്റീവ് എന്നും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഫാസ്റ്റ്, അപ്പൊ നമ്മൾ കമ്പാരേറ്റീവില് പറയുമ്പോൾ ഫാസ്റ്റ് വന്നിട്ട് ഫാസ്റ്റർ ആവും, സൂപ്പർലേറ്റീവിൽ എത്തുമ്പോൾ ഫാസ്റ്റസ്റ്റ്. അപ്പൊ അതിന് സെന്റൻസിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, രവി റൈറ്റ്സ് വെൽ, അതായത് രവി നന്നായി എഴുതുന്നു. രവി റൈറ്റ്സ് വെൽ, രാമു റൈറ്റ്സ് ബെറ്റർ ദാൻ രവി, അതായത് രവിയേക്കാൾ നന്നായി രാമു എഴുതുന്നു. പ്രവൃത്തി ഒന്ന് തന്നെയാണ്, എഴുതുക എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് വന്നിട്ട് വെൽ വന്നു, രണ്ടാമത്തെ സെന്റൻസിൽ ബെറ്റർ വന്നു.
മൂന്നാമത്തെ സെന്റൻസിൽ ബെസ്റ്റ്, അവരെക്കാൾ നന്നായി, ബെസ്റ്റ്, വെൽ, ബെറ്റർ, ബെസ്റ്റ്. മൂന്നും ഒരേ പ്രവൃത്തി തന്നെയാണ്, പക്ഷെ കമ്പാരിസൺ വന്നു. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിളും കൂടി പറഞ്ഞോട്ടെ. സീത സീത rises early, EARLY, early. Next, Rita rises earlier, EARLIER, earlier. Next, Nita rises earliest, EARLIEST, earliest. ഇതില് മൂന്നും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് സീത നേരത്തെ എഴുന്നേൽക്കുന്നു, ഏർലി. റീത്ത നേരത്തെ എഴുന്നേൽക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ കമ്പാരിസൺ വരുന്ന സമയത്ത് ഏർലിയർ. നിത എല്ലാവരിലും നേരത്തെ എഴുന്നേൽക്കുന്നു. എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ, എഴുന്നേൽക്കുന്നു, റൈസസ് ഏർലി, ഏർലിയർ, ഏർലിയസ്റ്റ്. ഒരേ പ്രവർത്തികൾ തന്നെ വ്യത്യസ്തമായിട്ട്, അതായത് പോസിറ്റീവ് സൈഡ് ഫസ്റ്റ് വന്നിട്ട് അവര് എഴുന്നേൽക്കുന്നു, രണ്ടാമത് കമ്പാരേറ്റീവ് ആയിട്ട് റീത്ത നേരത്തെ എണീക്കുന്നു. പിന്നെ നിത എല്ലാവരിലും നേരത്തെ എഴുന്നേൽക്കുന്നു. ഏർലി എന്നതിനെ തന്നെ കമ്പാരേറ്റീവ് വരുന്ന സമയത്ത് ഏർലിയർ, ഏർലിയസ്റ്റ്. സൂപ്പർലേറ്റീവിലായിട്ട് പറയുന്ന സമയത്ത് ഏർലിയസ്റ്റ് ആവും. മനസ്സിലായോ? ഒരേ കാര്യങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് പറയുന്നത് തന്നെയാണ്, അതായത് കമ്പാരിസൺ ഓഫ് അഡ്വേർബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് അഡ്വേർബില് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നെക്സ്റ്റ് രേവതി ടീച്ചർ കുറച്ചുകൂടി എക്സാമ്പിൾ പറയും. Okay, if you have any doubts, you can ask third. Okay? Any doubts ഉണ്ടെങ്കിൽ ചോദിക്കൂ. ക്ലിയർ ആണെങ്കിൽ ഓക്കെ, ക്ലിയർ ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റൻ അല്ലെങ്കിൽ അടുത്ത മെമ്പറിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ, ഇല്ലേ? ക്ലിയർ. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് രേവതി ടീച്ചർ. രേവതി, are you there? No. No. രേവതി ഇല്ലല്ലോ. ആണോ? കേറുന്നു പറഞ്ഞ്. രേവതി ഇല്ലാട്ടോ, ക്ലാസ്സിൽ ഇല്ല. ആണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്ത് ആഡ്വേർബ് അല്ലേ? അഡ്വേർബ്. നെക്സ്റ്റ് ഫ്രേസ് ആണ്.
ഓക്കെ, ഇനി ഫ്രേസ് ആണ്. മാം ഒരു കാര്യമുണ്ട്, പറഞ്ഞോട്ടെ മാം. പറയൂ. പറഞ്ഞോളൂ. മാം കുട്ടികൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ ബുക്ക് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ലീവ് ആയിക്കോട്ടെ? സംശയം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ കേട്ടോ. ക്ലാസ് മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലെ, പോർഷൻ ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. അടുത്ത പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ, എന്താണെന്നൊന്നും മിണ്ടാത്തേ? Don't be tongue-tied. ാതിരിക്കരുത്. ഞാൻ പറയാ ശരിയാ. മിസ്സേ, ഞാൻ ഇടയ്ക്കാ കയറിയത്. ഓക്കെ ഓക്കെ, ജെറിൻ പോൾ. ജെറിൻ മോൾ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോ രജനി ആൻഡോഗ്രെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡോഗ് ഓഫ് മാനേഴ്സ്, അല്ലെ, ടൈം, എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം മാറിയിരിക്കണം കേട്ടോ. എല്ലാം മാറിയിരിക്കണം. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ഇപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാം വൈസ് ചോദിക്കുന്ന ചോദ്യം ആഡ്വേർബ് എന്താണെന്ന്. വാട്ട് ഈസ് ആഡ്വേർബ്? മീൻസ് ഒരു സെന്റൻസ് വന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്തിടണം. നിങ്ങൾക്ക് അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മറന്നു പോട്ടോ. കാരണം ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വേറെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് പോയി അവരോട് പറഞ്ഞിട്ട് വരട്ടെ. ഓക്കെ, ഇനിയും മറക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് ഇന്ന് മിക്കവാറും അപ്ലോഡ് ചെയ്തിട്ടോ. ചെക്ക് ചെയ്യാം. ഓക്കെ, അറ്റൻഡ് ചെയ്യാം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെന്റൻസ് വരുമ്പോ ഷീ സ്പീക്സ് സ്ലോലി എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ സ്ലോലി എന്ന് പറയുന്ന വേർഡിന് താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട്. ഈ അണ്ടർലൈൻ ചെയ്ത ഒരു പോർഷൻ അല്ലെങ്കിൽ ആ വേർഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഏതാണ് കുറച്ച് ഓപ്ഷൻസ് വരും, ലൈക്ക് 3 or 4 ഓപ്ഷൻസ് വരും. adjective, adverb, and phrase, anything.
ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്ലോപ്ലി എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതെന്തായിരിക്കും, അഡ്വേർബ് ആണ് അല്ലെ. സോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ. ക്ലിയർ ആണോ? അതായത് സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു എച്ച് ക്ലാസ് എടുത്ത പോലെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാം. പക്ഷെ എക്സാമിന് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, എക്സാമിന് ആ ഒരു ടൈപ്പ് മാത്രമേ വരൂ കേട്ടോ. കാരണം ചിലപ്പോ അഡ്വർബിന് ചോദിക്കാം, ഫ്രീസ് ചെയ്യുന്നു വരും, ക്ലോസ് ചെയ്യുന്നു വരും. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം ചോദിക്കാം, ചാൻസ് ഉണ്ട് ചോദിക്കാമല്ലോ അല്ലെ. എങ്ങനെയും ഒരു 3 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ നേരെ ചോദിക്കാൻ പറ്റും. അഡ്വർബിന് ചോദിക്കാം, ഫ്രീസ് ചോദിക്കാം, ക്ലോസ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എക്സാമിന് കുറച്ച് ടെൻഷൻ വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. എപ്പോഴെങ്കിലും നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യം വരാണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് കുറച്ചുകൂടെ അഡ്വർബിനെ കുറിച്ച് കുറച്ചുകൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാം, ഒരുപാട് ഇൻഫർമേഷൻസ് അതിനെ കുറിച്ച് കിട്ടുന്നതാണ്. അതുമല്ല ഏത് പോർഷനെ കുറിച്ചാണെങ്കിലും നമുക്ക് അറിയാൻ ഒരുപാടുണ്ട്. ക്ലാസ്സിൽ പറയുന്ന പോലെ ആയിരിക്കില്ല അല്ലെ, ഒരുപാടുണ്ട്. സോ അതിനെ കുറിച്ചൊക്കെ ഒന്നും സെർച്ച് ചെയ്യാം, നിങ്ങൾ റെഫർ ചെയ്യാം, മാക്സിമം പറ്റുന്ന രീതിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ല കേട്ടോ. അറിവുകൾ എപ്പോഴും നല്ലതല്ലേ. ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കേൾക്കാൻ പറ്റുന്ന നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതൊരിക്കലും മറക്കില്ല. കാരണം നമ്മള് കഷ്ടപ്പെടുന്ന പഠിക്കുന്നതാണല്ലോ. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ അഡ്ജക്റ്റീവ് ക്ലാസ് എടുത്തവരാണ്. അഡ്ജക്റ്റീവ് നിങ്ങൾ എങ്ങനെ നോക്കിയാൽ നിങ്ങൾ മറക്കില്ല അല്ലെ. എങ്ങനെ വേണം നമുക്ക് പറയാൻ പറ്റും, എങ്ങനെ വേണം ചോദിക്കാൻ പറ്റും, ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അത്രയും നിങ്ങളത് ബൈ ഹാർട്ടഡ് ആണ്, മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ് കേട്ടോ. കാണാതെ പഠിച്ചാൽ നമുക്ക് അത്രയും തുറന്ന് ഓർമ്മ കിട്ടില്ല. മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് ചോദിക്കുമ്പോൾ പറയാൻ പറ്റും. പക്ഷെ അഡ്ജക്റ്റീവിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം അല്ലെ. ഓക്കെ, അപ്പൊ എപ്പോഴും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്നെ പോലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ടീച്ചറോട് ചോദിക്കാം, ടീച്ചർ പറഞ്ഞുതരുമല്ലോ. അതിലും ഏറ്റവും ബെറ്റർ പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ നമുക്ക് ടീച്ചർ നമ്മൾ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ടീച്ചറുടെ വേറെ എന്തെങ്കിലും ബോസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമില്ല അല്ലെ. എവറിത്തിങ് ഈസ് എവിടെയാണ് ഇരിക്കുന്നത് അറിയും. നൗൺ ഫിംഗർടിപ്പ് അല്ലെ, ഫിംഗർടിപ്പിലുണ്ടല്ല, വെച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും എന്ത് സംശയം വന്നാൽ പോലും സെർച്ച് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അത് ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു സബ്ജക്റ്റും അങ്ങനെയാണ്, ഏതൊരു കാര്യത്തെ കുറിച്ചും അല്ലെ. മനുഷ്യനാണ്, നമുക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട്. എനിക്ക് അങ്ങനെയാട്ടോ. ചിലപ്പോ ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട്, അപ്പൊ തന്നെ സെർച്ച് ചെയ്യും. കാരണം പിന്നത്തേക്ക് വെച്ചാൽ ഞാൻ മാർക്കും നമ്മൾ ഓർക്കുകയില്ല. ചിലപ്പോ ബസ്സിന് പോകുന്ന ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് ആയിരിക്കാം, എന്തോ ആവാം. എപ്പോ വേണമെങ്കിലും എനിക്ക് തോന്നാം. സോ അപ്പൊ തന്നെ ആ ഒന്ന് സ്പോട്ടിൽ ഞാൻ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ, മനസ്സിലാക്കി. ഓക്കെ, അങ്ങനെ തന്നെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ആയിരുന്നെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെയാണ്. സോ അത് മോശപ്പെട്ടൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ലതാണ്. പിന്നെ മടി എന്ന് പറയുന്ന സാധനം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വളരെ കൂടുതലാണ്, അച്ഛനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഞാൻ കുറെ നാളെ നിങ്ങളോട് പറയുന്നില്ലേ, അഡിക്ഷൻ മാറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ സെർച്ച് ചെയ്യാം കേട്ടോ, സെർച്ച് ചെയ്യാം. എന്താണ് ഭയങ്കര സൈലന്റ് ആണല്ലോ ക്ലാസ്? മൺഡേ ഏതിന്റെ ഒരു ഹാങ് ഓവർ ആണോ? പക്ഷെ ഇത്തവണ സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, മോൺഡേ മാത്രം നമുക്ക് കിട്ടിയ ഓഫ്. അതിന്റെ ഒരു ഹാങ് ഓവർ ആണ് ഇപ്പോ. പറയൂ, എന്തെന്നില്ലല്ലോ. എന്താ സംസാരിക്കാത്തേ? ചുമ്മാ ഇരുന്ന്. മിസ്സിന്റെ മോട്ടിവേഷൻ കുറഞ്ഞതുകൊണ്ടായിരിക്കും മിസ്സേ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് മാത്രല്ലേ, അതായിരിക്കും. ശരിയാട്ടോ, അങ്ങനെയുണ്ട്, ഭയങ്കര ബോറിംഗ് ആണ്. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 82 പേജ് നമ്പർ, അതിലിങ്ങനെ കമ്പൈൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെന്റൻസസ് യൂസിങ് റിലേറ്റീവ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ വായിക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത പോലെ ഇങ്ങനെ നമുക്ക് തോന്നുന്നു. അപ്പൊ അത് എങ്ങനെയാ നോക്കണോ? അത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാ 82-ല് 3rd എക്സർസൈസ്. ഇത് നോക്കണ്ടല്ലോ, കാരണം ചെറിയൊരു ചീക്ക് വരുന്നുണ്ട്.
അത് റിലേറ്റീവ് വെച്ചിട്ട് കൺവെയിൻ ചെയ്യാനാ പറയുന്നത്. എനിക്ക് റിലേറ്റീവ് പ്രോണൗൺ ആണ് ഉദ്ദേശിച്ചത്. കാരണം അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കാം. സോ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് നമ്മൾ കമ്പെയിൻ ചെയ്യേണ്ടത്. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. കമ്പെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കിട്ടിയും ചെറിയ ചെറിയ മിസ്റ്റേക്ക് അതിലുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ലി മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി. ഓക്കെ, സോ കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് കോപ്പി നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ പോലും ഇത്, പക്ഷെ ഇതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഓക്കെ ആണ്, അത് അഗ്രി ചെയ്യുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ എക്സാമിന് വരില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ പഠിച്ചിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? പ്രോണൗൺ ചാപ്റ്റർ റിലേറ്റീവ് പ്രോണൗൺ. സോ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ചോദിക്കുന്നത് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. Okay, ma'am. Thank you. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ടില്ലല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ വിടുന്നതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടോ? സത്യം പറയുന്നുണ്ടോ? നിങ്ങൾ ക്ലാസ്സിൽ എത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇനി നെറ്റ്വർക്ക് ഒന്നും ചെയ്യാതെ. എങ്ങനെയാണ്, കുറച്ച് ഫ്രീ ടൈം വേണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യണം. എന്തും പറയാണ്ടല്ലോ, പറയൂ, ഓപ്പൺ ആയിട്ട് തന്നെ പറയൂ. ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് ചുമ്മാ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഉണ്ടെന്നില്ലല്ലോ, പറയൂ, പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും. എല്ലാവരും ഒപ്പീനിയൻ അറിയണോട്ടെ, എനിക്ക് ഒരാൾ മാത്രം എല്ലാവരും ഒപ്പീനിയൻ അറിയണം. അതായത് ചുമ്മാ ഞാൻ ഫ്രീ ടൈം കൊണ്ട് മറ്റുള്ളവർക്ക് പറയാണ് ഗ്രൂപ്പ്സിന് ക്ലാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയൂ, ഓക്കെ ആണ്, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഫ്രീ വേണം. ഓക്കെ, എന്നാലും പ്രിപ്പയർ ചെയ്ത് വരും കേട്ടോ. കുറച്ച് സമയം നമ്മൾ സംസാരിച്ചതിന് ശേഷം ക്ലാസ് എടുക്കാൻ ഓക്കെ ആണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നാലും നമുക്ക് കുറച്ച് ഓക്കെ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, സൈൻ ഔട്ട് കേട്ടോ. കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കണം എല്ലാവരും, ഇങ്ങനെ മിണ്ടാതിരിക്കരുത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, അത് എന്റെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കണം, മിണ്ടാതിരിക്കരുത് കേട്ടോ. ഭയങ്കര ശോകമാണ്, അങ്ങനെ മിണ്ടാതിരിക്കരുത്. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയൂ കേട്ടോ. സൈൻ ഔട്ട് പറയൂ. Let's sign out the class today. So first of all, I would like to thank you, Ashwati Miss, and also Ranjini teacher for the wonderful class. Then very thanks to all participants of our class. Thank you everyone. Have a nice day. Yeah, okay, thank you so much. See you in the next class. Okay, bye.